മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇരുളടഞ്ഞ വഴികളിൽ കൂടി നഗ്നമായ പാദങ്ങളാൽ ഒരു പെൺകുട്ടി മുന്നോട്ട് ഓടുകയാണ്. അവളുടെ പിറകെ തന്നെ ലച്ചു എന്നും വിളിച്ച് മുണ്ടും ഷർട്ടും ധരിച്ച സുന്ദരനായ ഒരു യുവാവും ഉണ്ട്. കാഴ്ചയിൽ ഒരു കാവെന്ന് തോന്നുന്ന അവിടെ നാഗത്തറയും ഭസ്മവും മഞ്ഞളും ഒക്കെ ചിതറിയിരിക്കുന്നത് കാണാമായിരുന്നു. കുളിച്ചിറങ്ങിയതാണെന്ന് തെളിയിക്കുന്ന തോതിൽ അവളുടെ നീണ്ട മുടി ഇഴകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി സാരിയുടെ പിൻഭാഗം നനഞ്ഞിരിക്കുന്നു. അവനെ തിരിഞ്ഞു നോക്കുന്നതിനിടെ താഴെയുള്ള വേലി തടഞ്ഞ് അവൾ കാലിടറി വീഴാൻ പോയി. എന്നാൽ നിലത്തേക്ക് വീഴുന്നതിന് മുമ്പേ അവളുടെ അരക്കെട്ടിലൂടെ ബലമായി വലിച്ച് അവൻ അവളെ തന്റെ ദേഹത്തേക്ക് ചേർത്തിരുന്നു. പക്ഷെ ശക്തിയോടെ വലിച്ചതിനാവാം രണ്ടുപേരും നിലത്തേക്ക് നല്ല ശക്തിയായി വീണു. അപ്പോഴും അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. വീഴ്ചയുടെ ഫലമായി അവളുടെ മൃദുലമായ ശരീരം അവന്റെ ശക്തമായ നെഞ്ചിൽ അമർന്നു. രണ്ടുപേർക്കും തങ്ങളുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെയുള്ള തോന്നലായിരുന്നു. പെട്ടെന്നുണ്ടായ വികാരത്തിന്റെ പുറത്ത് അവൻ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞു. അവളെ അവന്റെ താഴെയാക്കി ഒരു കൈ അവളുടെ തലയ്ക്കടിയിലേക്ക് വെച്ചത് അവളോടുള്ള കരുതലിനെ കാട്ടിത്തരുന്നുണ്ട്. മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്ന് അവന്റെ മുഖത്തോട്ട് നോക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. എന്നാൽ അതിനു മുമ്പേ തന്നെ അവളുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ അവന്റെ ചുണ്ടുകളായി പൊതിഞ്ഞു ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. അവൾക്കൊരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ അവൻ ചുറ്റുമുള്ള മറ്റൊന്നിനെക്കുറിച്ചും അറിയുന്നില്ലായിരുന്നു. അവന്റെ സ്നേഹം മുഴുവൻ ഒരു ചുംബനത്തിലൂടെ പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ചുണ്ടുകളും പല്ലുകളും താണ്ടി അവന്റെ നാവുകൾ അവളുടെ നാവുകളോട് ചേർന്ന നിമിഷം അവൾ ശക്തമായി അവനെ തള്ളി മാറ്റി. ശക്തി കൂടിയത് കൊണ്ടാണോ എന്തോ കട്ടിൽ നിന്ന് താഴേക്കൊരു വീഴ്ചയായിരുന്നു. എന്നാലും എന്റെ ദൈവമേ, വല്ലാത്തൊരു സ്വപ്നമായിപ്പോയി. ആ ചെക്കന്റെ മുഖം പോലും നീ ഒന്ന് കാണാൻ സമ്മതിച്ചില്ലല്ലോ. അല്ലേലും കണ്ടിട്ടെന്തിനാ, ആ പെണ്ണിനെ എനിക്കറിയില്ലല്ലോ. ഇപ്പോഴും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുമോ? വല്ല വില്ലേജുകളായിരിക്കും. എന്നാലും നല്ല ഫിറ്റ് ബോഡിയൊക്കെ ആണെന്ന് തോന്നുന്നു. ഷോ, മനുഷ്യനിവിടെ ആകെ മൊത്തം ഐസ് വീണ ഫീലാണല്ലോ. ആരെങ്കിലും കിസ് അടിക്കുന്നത് സ്വപ്നം കണ്ട് ഫീലായി എന്നെ പറഞ്ഞാ മതി. എന്നാലും അത് എവിടെയായിരിക്കും അങ്ങനെ ഒരു സ്ഥലം? എന്തായാലും ഇവിടെ എവിടെയാകാൻ യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. ഇതാണ് നമ്മുടെ കഥാനായിക നക്ഷത്രാനന്ദൻ എന്ന നച്ചു. ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായ ക്യാൻബറയിലെ പ്രശസ്തമായ സൺറൈസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പാർട്ട്ണർമാരായ ഡോക്ടർ ദമ്പതികൾ നന്ദന്റെയും നാൻസിയുടെയും ഒരേ ഒരു സന്താനം. എത്രയോ വർഷങ്ങളായി അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. നച്ചു ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ ഇവർക്കിപ്പോൾ സ്വന്തം നാട് തന്നെയാണ്. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും നന്ദനെ അതിൽ നിന്ന് തടയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജയ് വാസുദേവ് എന്ന അജു. നന്ദന്റെ ഫ്രണ്ട് വാസുദേവിന്റെയും സീതയുടെയും ഒരേ ഒരു മകനാണ് അജു. വാസുദേവനും സീതയും ഡോക്ടേഴ്സ് തന്നെയാണ്. ഇവർ 4 പേരുമാണ് സൺറൈസ് ഹോസ്പിറ്റലിന്റെ പാർട്ട്നേഴ്സ്. നാൻസിയുമായുള്ള വിവാഹത്തെ തുടർന്ന് നന്ദനെ തറവാട്ടിൽ കയറ്റില്ലെന്നുള്ള അച്ഛന്റെ വാശിയെ തുടർന്ന് തറവാട്ടിൽ നിന്നും ഇറങ്ങിയതാണ് നന്ദൻ. MBBS പഠനകാലത്ത് നാൻസിയുമായി പരിചയത്തിലാകുന്നതും പിന്നീട് പ്രണയിക്കുന്നതും. അനാഥയും അന്യമതസ്ഥയുമായ നാൻസിയുമായുള്ള വിവാഹത്തിന് തറവാട്ടിൽ എല്ലാവരും എതിർപ്പായിരുന്നു. പക്ഷെ എല്ലാവരുടെ എതിർപ്പിനെ മറികടന്ന് നന്ദൻ നാൻസിയെ രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിന്റെ ദേഷ്യത്തെ അച്ഛൻ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു രണ്ടുപേരെയും. പഠിക്കുന്ന സമയത്ത് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു നന്ദനും നാൻസിയും വാസുദേവും സീതയും. അങ്ങനെ ഓസ്ട്രേലിയയിൽ അവരുടെ അടുത്തേക്കായിരുന്നു തറവാട്ടിൽ നിന്ന് ഇറങ്ങി നന്ദൻ പോയത്. പിന്നീട് 4 ആളും ചേർന്ന് ചെറിയ നിലയിൽ തുടങ്ങിയതാണ് സൺറൈസ് ഹോസ്പിറ്റൽ. ഇപ്പൊ അത് വളർന്ന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി. അജുവും നച്ചും ഒരേ ദിവസമാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നതിനേക്കാൾ ട്വിൻസ് ആയിരുന്നു. ഒരാൾ എന്തു ചെയ്യുന്നോ അത് തന്നെ മറ്റേയാളും ചെയ്യും. നച്ചു കുറച്ച് ചട്ടമ്പി ആയിരുന്നെങ്കിൽ അജു പാവമായിരുന്നു. നച്ചുവിന് എന്തെങ്കിലും പറ്റിയാൽ മാത്രമാണ് അജു കുറച്ചെങ്കിലും ദേഷ്യം പോലും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജുവിന്റെ കുറുമ്പും കൂടി നച്ചു കാണിക്കും എന്നാണ് എല്ലാവരുടെയും പറച്ചിൽ. രണ്ടുപേർക്കും നന്ദനും നാൻസിയും പപ്പയും അമ്മയും വാസുദേവും സീതയും അച്ഛനും അമ്മയുമാണ്. എല്ലാവർക്കും പലതരത്തിലുള്ള സ്വഭാവമാണെങ്കിലും എല്ലാവരും ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഒറ്റക്കെട്ടാണ്. അത് നച്ചുവിന്റെ കാര്യത്തിലാണെന്ന് മാത്രം. അവളുടെ 5ാമത്തെ വയസ്സിൽ നടന്ന ഒരു ആക്സിഡന്റിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് നച്ചുവിനെ തിരിച്ചു കിട്ടിയത്. അതെ, പിന്നെ എല്ലാവരും കൂടി കൊഞ്ചിച്ച് ലാളിച്ച് കൊച്ചുകുട്ടിയെ പോലെയാണ് അവളെ നോക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അവൾ യാതൊരു വിധത്തിലും മോശമായിട്ടില്ല. അവൾ ഫാമിലിയായിട്ട് മാത്രമേ അധികം അടുപ്പമുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടി സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ പോകാതിരിക്കുന്നതിന്റെ അധികം വിഷമമൊന്നും ആർക്കും ഇല്ലായിരുന്നു. നന്ദൻ മാത്രം ചില സമയങ്ങളിൽ തന്റെ ചേച്ചി നന്ദിനിയെയും അമ്മ കല്യാണിയെയും ഓർക്കും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഒന്നും മനസ്സിൽ തന്നോടുള്ള വെറുപ്പും ദേഷ്യവും മാറിയില്ലല്ലോ. അത്രയ്ക്ക് വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? ഒരാളെ സ്നേഹിച്ചു, അതൊരു അന്യമതത്തിൽപ്പെട്ട ആളായതാണ് അവർക്കൊക്കെ ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം. മതവും ജാതിയും നോക്കി ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? എന്നെങ്കിലും എന്നെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുമായിരിക്കും. അന്ന് എന്നോട് ക്ഷമിച്ച് തിരിച്ചു വിളിച്ച ഒന്ന് പോയി എല്ലാവരെയും കാണണം. അത്രേ ഉള്ളൂ ഇപ്പൊ ആഗ്രഹം.
നച്ചു, നീ ഇതുവരെ എണീറ്റില്ലേ? ആ, വരുന്നു മമ്മ. നിനക്ക് കോഫി വേണോ? കിട്ടിയാ കൊള്ളാം. പപ്പ എവിടെ? ഹോസ്പിറ്റലിൽ പോയി. ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ട്. മമ്മ പിന്നെന്താ പോവാഞ്ഞേ? ഞാൻ കുറച്ചു കഴിഞ്ഞ് സീതയുടെ കൂടെ പോവും. നിനക്കിന്നെന്താ പരിപാടി? എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി വരെ പോണം. കുറച്ച് പേപ്പേഴ്സ് ശരിയാക്കാനുണ്ട്. അജു ഇപ്പൊ വരും. എന്നാ നീ ഫുഡ് കഴിച്ചിട്ട് പോവില്ലേ? ഞാൻ ഇറങ്ങാനേ. ഓക്കെ മമ്മ. നച്ചു, ഡി, നീ റെഡിയായോ? ആ, ഇപ്പൊ വരാം. നീ ഫുഡ് കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. ഞാൻ റെഡി, നമുക്ക് പോവാം. ഡി, അച്ഛൻ ഇന്നലെ കൂടി ചോദിച്ചു രണ്ടാളുടെ MBA കഴിഞ്ഞില്ലേ, ഇനി എന്താ പരിപാടിയെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ, പതിവ് പോലെ നിന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ എന്താ ചെയ്യാ? എടാ പൊട്ടാ, നിനക്ക് പറഞ്ഞൂടെ ഇത്രയും നാൾ പഠിച്ചതല്ലേ, കുറച്ചു നാൾ റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി ആലോചിക്കാന്ന്. എന്താലോചിക്കാൻ? നമുക്ക് രണ്ടുപേർക്കും മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമല്ലാത്തോണ്ട് മാത്രമല്ല അവർ നമ്മളെ MBA എടുക്കാൻ വിട്ടത്. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് മൊത്തം നമ്മുടെ തലയിൽ വെക്കാനാണ്. അതാകുമ്പോ അവർക്ക് പിന്നെ അവരുടെ പ്രൊഫഷനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചിന്തിച്ചു നോക്കിയാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റും ഡോക്ടറുടെ ജോലിയും എല്ലാം കൂടി അവരൊക്കെ കുറെ ആയില്ലേ കഷ്ടപ്പെടുന്നു. ഇനി കുറച്ച് റെസ്റ്റ് ഒക്കെ ആവാം. ഇതുവരെ നമ്മളോടൊന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനല്ലേ ചെയ്തത്. സോ ഇനി നമ്മുടെ ഭാഗം നമുക്കും ചെയ്യാം. നിനക്കെന്ത് തോന്നുന്നു? നീ പറഞ്ഞൊക്കെ ശരിയാ, എനിക്കും ഓക്കെയാണ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ നോക്കാൻ. പക്ഷെ അതിനു മുമ്പേ നമുക്കൊന്ന് റിലാക്സ് ആവാൻ ഒരു ട്രിപ്പ് പോയാലോ? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പിന്നെ ഒന്നും നടക്കില്ല. അതാ. അത് വേണേ നമുക്ക് പോവാം. എവിടെ പോകാനാ നിന്റെ പ്ലാൻ? അങ്ങനെ പ്ലാൻ ഒന്നുമില്ല, കുറച്ച് ഡേയ്സ് ചുമ്മാ ഒന്ന് കറങ്ങാം. പപ്പയോട് പറഞ്ഞോ നിന്റെ ഈ ട്രിപ്പിന്റെ ഐഡിയ? ഇല്ല, ഇന്ന് നൈറ്റ് എല്ലാവരോടും കൂടി പറയാം, അതാ നല്ലത്. നൈറ്റ് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സംസാരിക്കുകയായിരുന്നു. ഒരേ കോമ്പൗണ്ടിൽ ഒരേപോലെയുള്ള 2 വീടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡും കിടപ്പും ഒക്കെ മിക്കവാറും എല്ലാവരും ഒന്നിച്ചായിരിക്കും. പപ്പ, ഐ വാണ്ട് ടു ടോക്ക് ടു സംതിങ്. എന്താ മോളെ? ഞങ്ങളുടെ MBA കഴിഞ്ഞല്ലോ. അത് ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ രണ്ടാളും എന്തായാലും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്ന്. അതിന് ഞങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ മോളെ. അതിന് നിങ്ങൾ എന്തിനാ ലീവ് എടുക്കുന്നത്? ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോകുന്നത്. അതൊന്നും പറ്റില്ല. ഞങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ മാത്രം അങ്ങനെ അടിച്ചു പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേ വാസു? നിങ്ങൾക്കൊന്നും പറയില്ലേ? ഞങ്ങൾ എന്ത് പറഞ്ഞാലേ ഇവർ പോകാതിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല, എന്നാലും എനിക്ക് സഹിക്കുന്നില്ല, അതാ. പിന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്രായമാണല്ലോ എല്ലാവർക്കും. ഞങ്ങൾക്ക് എന്താടി ഒരു കുഴപ്പം? ഇപ്പോഴും എന്നെ കണ്ട നിന്റെ പപ്പയാണെന്ന് ആരെങ്കിലും പറയോ? അതില്ല. പക്ഷെ പ്രായമുണ്ടല്ലോ, 23 വയസ്സുള്ള ഒരു മോളുണ്ട്. അത് ഓർമ്മ ഉണ്ടായാൽ മതി. അത് പിന്നെ ഓർമ്മയില്ലായിരിക്കോ? ഞങ്ങളുടെ ആകെയുള്ള സുന്ദരി കുട്ടിയല്ലേ നീ, അല്ലേടാ വാസു? പപ്പ വല്ലാതെ സുഖിപ്പിക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ കൂട്ടില്ല. അല്ലേലും ഞങ്ങൾ നിന്റെ ഒന്നും കൂടെ വരുന്നില്ല. നിങ്ങളെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് സെക്കൻഡ് ഹണിമൂൺ പോകാൻ. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അതിന് പ്രായം ഒരു തടസ്സമേ അല്ല എന്റെ മോളെ. ഹണിമൂണിന് പോകാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്രായം. നിനക്ക് എന്നെ വല്ലാത്ത പുച്ഛാണല്ലോ മോളെ. നമ്മുടെ ഹോസ്പിറ്റലിലെ പുതിയ ലേഡി ഡോക്ടർ എന്നെ കണ്ടാൽ എന്താ പറഞ്ഞെന്ന് അറിയോ? യു ലുക്ക് സോ യങ് മാൻ, ഐ ഡോണ്ട് ബിലീവ് യു ഹാവ് എ ബിഗ് ഡോട്ടർ എന്ന്. ഇതൊക്കെ എപ്പോ പറഞ്ഞു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായില്ലേ, അപ്പൊ പറഞ്ഞതാ. നീ വന്നില്ലല്ലോ നാൻസി, അതാ. അത് ശരി, നിങ്ങളപ്പോ മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയത് ആ പെണ്ണുപിള്ളയോട് സംസാരിക്കാണല്ലേ? ഓ എന്റെ നാൻസി, നീ ടിപ്പിക്കൽ മലയാളി കെട്ടിയോളാവല്ലേ. ഞാൻ പിന്നെ എന്ത് വേണം? ഇവിടത്തെ പോലെ അവളെ നിങ്ങൾ ഡേറ്റിങ്ങിന് അയക്കണോ? നിനക്ക് താല്പര്യമുണ്ടേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇയാളെ ഇന്ന് ഞാൻ എന്റെ മമ്മ ഒന്ന് അടങ്ങ്. പപ്പയ്ക്ക് അല്ലെങ്കിൽ ഈടെയായിട്ട് കുറെ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വല്ലാത്തൊരു ഇൻട്രസ്റ്റ്. പണ്ടൊക്കെ എന്ത് മടിയായിരുന്നു. നിനക്കും അങ്ങനെ തോന്നിയോ നച്ചു? ഞാനും നിന്നോട് പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു. നാൻസി, ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നന്ദൻ ഡോക്ടർ എല്ലാവരോടും നല്ല കമ്പനിയാണെന്ന്, പ്രത്യേകിച്ച് ലേഡീസ് സ്റ്റാഫിനോടൊക്കെ. ഡാഡാ, നിങ്ങളൊക്കെ കൂടി ഇത് എന്തിനുള്ള ഒരുക്കാണ്? എന്നെ എന്റെ നാൻസിയും തെറ്റിക്കാനേ നിന്റെ ഒന്നും ഒരു ഐഡിയയും വർക്കാവില്ല മക്കളെ. നിങ്ങൾ ഇനി നാൻസി മോളെ എന്നൊക്കെ വിളിച്ചു വാ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ സമാധാനമായാലോ എല്ലാത്തിനും? ഞാൻ ഇനി എന്ത് ചെയ്യാൻ എന്റെ ദൈവമേ? ഇവറ്റകൾക്കൊന്നും മനുഷ്യൻ സമാധാനമായി ജീവിക്കുന്ന സഹായിക്കുന്നില്ലെന്നാ തോന്നുന്നത്. എന്നോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ നച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമാണെന്നാ തോന്നുന്നത്. മമ്മ പോയ പുറകെ തന്നെ പപ്പയും പോയി. കൂടി വന്ന ഒരു അരമണിക്കൂർ. അതിനുള്ളിൽ രണ്ടാളും ഇണക്കുരുവികളായി തിരിച്ചു വരുന്നത് കാണാം. അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ ഈ സ്നേഹവും പരസ്പരമുള്ള കെയറിങ്ങും ഒക്കെ കണ്ടതുകൊണ്ടാവും എനിക്കും അജുവിനും ഇവിടെ ഉള്ളവരുടെ രീതികളെ പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടെന്താ, ഞങ്ങൾക്ക് രണ്ടിനും ഇതുവരെ ആയിട്ടും ഒരു ലവ് റിലേഷൻ പോലും ഉണ്ടായിട്ടില്ല. കുറെ പ്രൊപ്പോസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തമാശയ്ക്ക് ഇവര് പറയും നമുക്ക് നാട്ടിൽ നിന്ന് നോക്കാമെന്ന്. ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ടെങ്കിലും അധികം ആൾക്കാരും ഇവിടുത്തെ സംസ്കാരമൊക്കെ മാറിയിരിക്കുന്നു. പലർക്കും പല തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കും അല്ലേ?
ഇവിടെ ഉള്ളത് കുറെ നല്ല കാര്യങ്ങളും ഉണ്ട്. ഒരാൾക്ക് റിലേഷനിൽ താല്പര്യമില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും പരസ്പര ധാരണയോടെ പിരിയാം. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കുകയും താല്പര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മലയാളികൾ പൊതുവെ ഇങ്ങനെ ചെയ്യാറില്ലെന്നാണ് പപ്പ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനിച്ച് ഇവിടുത്തെ രീതികളിൽ വളർന്ന ഞങ്ങൾക്ക് അവരുടെ രീതികളുമായി അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. ദേ വന്നല്ലോ പിണങ്ങിപ്പോയ ഹണിമൂൺ കപ്പിൾ. ഞങ്ങൾ പിണങ്ങിയൊന്നുമില്ല അല്ലേ നാൻസി? അതെ അതെ, മതിയാക്ക നിങ്ങളുടെ സ്നേഹപ്രകടനം. നിനക്ക് നല്ല അസൂയുണ്ട് അല്ലേടി മോളെ? പിന്നില്ലാതെ. നിങ്ങൾ രണ്ടു കൂട്ടരുടെ ഇടയിൽ ഞങ്ങൾ രണ്ട് സിംഗിൾസ് ഉണ്ട് അല്ലേ അജു? ഞങ്ങൾക്കാണ് പേരിന് പോലും ഒരു ലവ് ഇല്ല. അത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ മോളെ. പിന്നല്ലാതെ നിങ്ങളെ പോലെയുള്ള ആൾ വേണം ഞങ്ങൾക്ക് പാർട്ട്ണറായെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സിംഗിളായി പോയത്. ആ ഇനി വേണം ഒന്ന് കാര്യമായി നോക്കാൻ. കെട്ടാനുള്ള പ്രായമൊക്കെ ആയി. അല്ല, നീ ഇപ്പൊ ട്രിപ്പ് ഒഴിവാക്കി കല്യാണം നോക്കാൻ പോവാണോ? ഓ, ഇതിന്റെ ഇടയിൽ ഐ ജസ്റ്റ് ഫോർഗോട്ട് ദാറ്റ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും 2 ദിവസത്തിനുള്ളിൽ ഒരു ട്രിപ്പ് പോകുന്നു. എത്ര ഡേയ്സ് ആകും എന്നോ എവിടെ പോകുമെന്നോ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊക്കെ ആലോചിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ എല്ലാവരും പോയി ഉറങ്ങാൻ നോക്ക്. ഡാജു, നിനക്ക് ഇന്ന് ഇവിടെ കിടക്കാം. നമുക്ക് കുറെ പ്ലാൻ ചെയ്യാനുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ഇവിടെ തന്നെ നിൽക്കാം എന്ന് തീരുമാനിച്ചു. കിടക്കയിൽ തലങ്ങും വിലങ്ങും കിടന്ന് ആലോചനയാണ് ഞങ്ങൾ. ഡാ, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എവിടെന്ന്? നമുക്കേ ഒരു വെറൈറ്റി പ്ലേസ് പോയാലോ? ഇവിടെയൊക്കെ ഏകദേശം ഫേമസ് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഫാമിലിയായി പോയിട്ടുണ്ട്. പപ്പയ്ക്കും അച്ഛനും നിർബന്ധമായിരുന്നു എല്ലാ കൊല്ലവും എവിടെയെങ്കിലും ഒക്കെ വെക്കേഷൻ ആകുമ്പോൾ പോണെന്ന്. ഞങ്ങളാണ് പലപ്പോഴും പ്ലേസ് ഡിസൈഡ് ചെയ്യാറ്. അതുകൊണ്ട് എന്താ, എല്ലാം പലപ്പോഴും പല രാജ്യങ്ങളിലാകും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രീതിയുണ്ട് എവിടെ പോണം എന്ന് സെലക്ട് ചെയ്യാൻ. ഒരു ഗ്ലോബ് എടുത്തിട്ട് കണ്ണും പൂട്ടി ഒരിടം തൊടും. ഒന്നുകിൽ അവിടെ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത പ്ലേസ് എവിടെയെങ്കിലും. അതാണ്. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു ഈ ഐഡിയ. ഞങ്ങളത് കാര്യമായിട്ട് എടുത്തു. പക്ഷെ എവിടെ പോയാലും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ലൈഫ് സ്റ്റൈലായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്യാറ്. പൈസ ഒരിക്കലും അനാവശ്യമായി ചിലവാക്കാറില്ല. നിന്റെ വെറൈറ്റി പ്ലേസ് എവിടെയാണ് അത് പറ. ഇന്ത്യ. അവിടെ എവിടെയാ നിനക്ക് പോവേണ്ടത്? കേരള, ഗോഡ്സ് ഓൺ കൺട്രി. നമ്മൾ ഇതുവരെ അവിടെ പോയില്ലല്ലോ. അതിന് ഇവരൊന്നും സമ്മതിക്കില്ലെന്ന് വെച്ചു. അതിന് ആരോടും പറയുന്നില്ലല്ലോ നമ്മൾ പോകുന്ന പ്ലേസ്. എന്നാലും അത് വേണോ? പ്ലീസ് ഡാ, കുറച്ച് ഡേയ്സ് മതി. മമ്മയും പപ്പയും ജനിച്ചു വളർന്ന അവരെ ഇഷ്ടം തുടങ്ങിയ നാട് ഒന്ന് കാണണം എന്ന് എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഞങ്ങൾ നാട്ടിൽ പോകാത്തത് കൊണ്ട് നിങ്ങളും അവിടെ പോകാറില്ലല്ലോ. മുത്തച്ഛനും മുത്തശ്ശി ഇവിടെ വന്നല്ലേ നിങ്ങളെ കാണാറ്. ഇപ്പൊ അവർക്കും വയസ്സായതുകൊണ്ട് വയ്യാതെയായി. അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് പോയി നാടൊക്കെ കണ്ടിട്ട് വരാം. ആരും അറിയണ്ട. നീയായിട്ട് പറയാതെ ആരും അറിയാനും പോണില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ നിന്റെ തറവാട്ടിൽ പോയി എല്ലാരെയും കാണുകയും ചെയ്യാം. എത്ര നാളെ മുത്തച്ഛനെയൊക്കെ കണ്ടിട്ട്. നമ്മൾ എന്തായാലും നാട്ടിൽ പോകാനോ അവിടെ സെറ്റിലാകാനോ പോണില്ല. പിന്നെന്താ പ്രോബ്ലം? നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് പപ്പയോട് പറഞ്ഞൂടെ? നിനക്കറിയില്ലേ, നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ പപ്പയ്ക്ക് വിഷമാവും. അപ്പൊ അമ്മയ്ക്കും സങ്കടം. ഞാൻ കാരണമാണ് എല്ലാരെയും നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് പിന്നെ കരയാനും തുടങ്ങും. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പപ്പയുടെ തറവാടും അവിടെ ഉള്ളവരെ ഒന്നും ഇഷ്ടമല്ലാത്തത്. ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേര് സ്വന്തം മോനെ പോലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ. ഇത്രയും നാളായിട്ട് കൂടി ഒന്ന് തിരിച്ചു വിളിച്ചില്ലല്ലോ. പപ്പയ്ക്ക് നല്ല വിഷമമുണ്ട്. ആരോടും പറയാഞ്ഞിട്ടാ. ഇപ്പൊ തന്നെ നമുക്കൊരു ദിവസം പപ്പയും അമ്മയും കണ്ടില്ലേ, എന്തോ ഒരു വിഷമല്ലേ. ഇതിപ്പോ എത്ര നാളായി അവരുടെ ഒരു വിവരവും ഇല്ലാതെ. നിനക്ക് അത്രയും ആഗ്രഹമുണ്ടേ നമുക്ക് പോവാം. ആരോടും ഒന്നും പറയണ്ട. പറഞ്ഞാൽ എന്തായാലും സമ്മതിക്കാനൊന്നും പോണില്ല. നാളെ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. നമ്മളായിട്ട് തന്നെ എല്ലാം ചെയ്യാം. അപ്പൊ ആരും അറിയില്ലല്ലോ. വെറുതെ ഒരു ട്രിപ്പ് പോന്നു എന്നേ എല്ലാവർക്കും തോന്നും.